ഉമ്മ അവിടെ നന്നാക്കി തുടങ്ങിട്ടാ ഞണ്ടും കാര്യമൊക്കെ. ഉമ്മ നന്നാക്കി തുടങ്ങിയാ? ഉമ്മക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കും അല്ലേ? ഞാൻ സഹായിക്കണം നന്നാക്കാന്. പെട്ടെന്നാകുമോ? ഉമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സാധനത്തിൻ്റെ അമ്മ? ഇത് കഴിക്കില്ലല്ലോ. ഉമ്മ നന്നാക്കട്ടെ. നന്നാക്കിയിട്ട് ഇന്ന് റോസ്റ്റ് വെക്കൂലേ? ഉമ്മയുടെ സ്പെഷ്യൽ റോസ്റ്റ്. കുറച്ച് കാലമായി കഴിച്ചിട്ട്. ഈ സാധനം ഞണ്ട് ഫ്രൈ അല്ല ഞണ്ട് റോസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് കാലമായി. കഴിച്ച കാലം മറന്നു. ഇപ്പോഴാണ് കൊണ്ടുവന്നില്ലേ അമ്മ? എന്താ പറയാനുള്ളൂ ഉമ്മക്ക്? എപ്പോഴും കിട്ടൂല അല്ല, സീസൺ കിട്ടുക. പിന്നെ കിട്ടിയാലും അതിന് വല്ല കഴമ്പുണ്ടാവില്ല. ഇപ്പൊ നല്ല കഴമ്പുണ്ടാവും. അങ്ങനെ ഇതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റ് പറയാം. ഞാനും വേണമെങ്കിൽ പെട്ടെന്ന് സഹായിച്ചു തരാം. ഇത് ഞണ്ടോ? മാർക്കറ്റിലൊക്കെ പോയി നോക്കി. എന്നിട്ട് ആ സീസൺ അല്ല, ഇപ്പൊ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കിട്ടിയ ഒന്ന് ഇതാക്കി കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴും കിട്ടില്ല. ഇപ്പോഴാണ് അതിന് ശേഷം എപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സീസണിലൊക്കെ ചിത്തൂനും ഉണ്ടാക്കി കൊടുത്താൽ ചിത്തോടും അവർക്കൊന്നും അറിയില്ലല്ലോ. അതുപോലെ ചിത്തൂന്റെ ഉപ്പയും ഉമ്മയൊക്കെ വന്നിട്ടും വെച്ചു കൊടുത്തായിരുന്നു. ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരും ഉപ്പ. ഡെയിലി വെക്കുന്നത്. അപ്പോൾ പിന്നെ ഉമ്മയോടെ നന്നാക്കട്ടെ കേട്ടോ. നന്നാക്കി ഇടുന്നുണ്ട്. അതിന് ശേഷം വേണം കഴുകലും പിടിക്കലൊക്കെ ചെയ്യല് കേട്ടോ. പിന്നെ ഇതാരത് കോഴി തുറന്നിട്ടുണ്ടല്ലോ. ഇത് ചിക്കണ്ടല്ലേ? ചെറിയ കോഴിക്കൂട്ടിൽ വാങ്ങിയതാട്ടാ. ഇപ്പോൾ നോക്കിയ പോത്ത് പോലെ കോഴികളൊക്കെ അല്ലേ? അപ്പോൾ ആ കൂട്ടിൽ എപ്പോഴും ഇടണച്ചിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ തുറന്നിടും. അവർ ഭയങ്കര ചൂടല്ലേ, എളുപ്പമല്ല. ഇവിടെ അല്ലേ നല്ല ചൂടായതുകൊണ്ട് എളുപ്പമല്ല. അതുകൊണ്ട് മാങ്ങ ജ്യൂസാ. മാങ്ങ ജ്യൂസ് ഇപ്പതാ രാഷ്ട്രീയം മറ്റത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മളെ കല്യാണ വീഡിയോസൊക്കെ നമ്മൾ ഒരു ഉപ്പാടെ ഫാമിലി കല്യാണ വീഡിയോസ് ഉണ്ടായിരുന്നു. ആ കല്യാണ വീഡിയോസൊക്കെ നമ്മൾ പോയൊരു വീഡിയോസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണൂത്തിന്ന് നമ്മൾ ഇതുപോലെ ഒട്ടുമാവ് ഉണ്ടല്ലോ, സേലം മാവ് എന്ന് ഇത്ര പറയാം. അതിന് ഒരു തൈക്ക് 250 റുപ്യ അവർ മേടിച്ചേ. അപ്പോൾ ആ സാധനം മേടിച്ചൊരു വീഡിയോസും പിന്നെ അതുപോലെ തന്നെ റോസാപ്പൂ, മുല്ലപ്പൂ അങ്ങനെ സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൂവൊക്കെ ഈ തോട്ടങ്ങളൊക്കെ ഫുള്ള് മണ്ണൂത്തിന്ന് മേടിച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം കേട്ടോ. അതൊക്കെ അല്ലേ? അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മണ്ണൂത്തിന്ന് ഇപ്പോൾ വരുന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇതിലും അടുത്ത വീഡിയോസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ മേടിച്ചതും അതേപോലെ ഇവിടെ ആ ഭാഗത്ത് നമ്മൾ കുഴി കുത്തിയിട്ട് ഇടണം. 1 വർഷം കൊണ്ട് ഏകദേശം ആൾ സെറ്റാവുമെന്ന് പറയുന്നത്. അവർ പറഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ഏകദേശം ഒട്ടുമാവ് അത്യാവശ്യം ആവും എന്ന് പറഞ്ഞത്. ഒരുപാട് ഹൈറ്റ് വരില്ല, പക്ഷെ നമ്മുടെ ഒരു ഈ റൗണ്ടിൽ ഒരു നല്ല എന്താ പറയുക ഇങ്ങനത്തെ സ്പ്രെഡായിട്ട് മൊത്തം വരുന്ന പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊരു മാവാണ്. ഈ ടൈപ്പല്ല വരിക ഒട്ടുമാവ് എന്ന് പറയുമ്പോൾ, ഡിഫറെൻ്റ് ആയിട്ട് വരിക കേട്ടോ. അതും സേലം മാവ്, മറ്റേ കിളിമൂക്ക് ടൈപ്പില്ലേ, കിളിച്ചുണ്ട മാങ്ങ എന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പ് വരിക. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചില വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണാം. സപ്പോർട്ട് ചെയ്തവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട് രേഖപ്പെടുത്താറ്. അപ്പോൾ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ അവിടെ എന്താ കത്തിയൊക്കെ മുറിച്ചാക്കണ്ടല്ലോ. എന്താ കത്തി മുറിച്ചാക്കണേ? പെട്ടെന്ന് പടപടയാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സവോളയും തക്കാളിയൊക്കെ അരിയാനുള്ള മുറിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചോറാക്കി പെട്ടെന്ന് തരുള്ളൂ. അല്ലെങ്കിൽ 3 മണിയാക്കും. പിന്നെ 1:15 ഞങ്ങള് പറപ്പൂര് പോയിട്ടാ. പറപ്പൂരില് ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് വരാൻ കുറച്ച് ലേറ്റായി. ഇപ്പൊ എത്തിയിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് എത്തിയിട്ട്. അപ്പൊ വന്ന പാടന്നെ ഈ പണിക്ക് നിൽക്കുകയാണ് കേട്ടാ. അപ്പോൾ സംഭവം നന്നാക്കട്ടെ. പോയി നമ്മൾക്ക് ഇത്ര നന്നാക്കിട്ടാ. അപ്പൊ സംഭവങ്ങൾ നന്നാക്കട്ടെ, പരിപാടി നോക്കട്ടെ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് ഇതൊക്കെ
ഒരുപാട് പേര് കമന്റ് ആയിട്ട് അങ്ങനെ പറയുന്ന അങ്ങനെ വീഡിയോ എടുക്കണത് എന്ത് പണി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അതും ഒരു പണിയാണ് വെച്ചാല് ഉമ്മാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉമ്മ ഈ അടുക്കളയിലത്തെ എല്ലാ പരിപാടിയും കഴിയണം. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഉമ്മാനെ കിട്ടും. അതുവരെ അതിന് ശേഷം ഭക്ഷണം വെച്ച് അതിന് ശേഷം ഉമ്മാടെ പണികൾ കഴിഞ്ഞിട്ടാണ് ഉമ്മ വീഡിയോയും കാര്യങ്ങളൊക്കെ നിൽക്കാൻ വരുന്നത്. അപ്പോൾ പണിയുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായ പണിയും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഇവിടെ ഞണ്ട് റെഡിയാക്കുന്നത്. ഞണ്ട് പിന്നെ പണിയാണോ, അത് കുറച്ച് കൂടുതലുള്ള പണിയാണോ, ചെമ്മീൻ പോലെയാണോ? നമുക്ക് ചെമ്മീന് ഓരോന്നും കൊണ്ടുവന്നെടുക്കണ്ടേ, ഇത് വേഗമാവും. ഇപ്പൊ ഇറച്ചി റോസ്റ്റ് പോലെ ഒന്ന് വെച്ച് വരട്ടിയെടുക്കാനല്ലേ, റോസ്റ്റാക്കി എടുത്തൊക്കെ. അപ്പോൾ എന്നാ പിന്നെ ചെമ്മീനും കാര്യമൊക്കെ ഉമ്മ ഇവിടെ റെഡിയാക്കി സെറ്റ് ആക്കട്ടെ. നമുക്കെന്നാ ബാക്കിയുള്ള കലാപരിപാടി ഉമ്മാനെ കുറച്ച് സഹായിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ സെറ്റാക്കണം. എന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ അല്ലേ. അപ്പോൾ നടക്കട്ടെ. എന്നിട്ടാവുന്ന പിന്നെ നമുക്ക് ഞണ്ട് കറിയും റോസ്റ്റും കാര്യമൊക്കെ കാണാൻ കുറച്ച് വീഡിയോസ് എല്ലാം കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. ഞണ്ട് ഫ്രൈക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് തുടങ്ങിട്ടാ. സബോള ഇട്ടിട്ടുണ്ട്, തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു സാധനമാ ഈ സാധനം? ഇതാ മസാല അടിച്ച ഉമ്മയുടെ മസാല, സ്പെഷ്യൽ മസാല കൂട്ടുന്നുണ്ട്. അതും പിന്നെ ബാക്കിയുള്ള കറി പൗഡർ, മുളക് പൊടി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മസാലയുടെ സ്പെഷ്യൽ എന്ത്, ഈ മസാല എന്തേ കൂട്ടാൻ അത് എന്തൊക്കെ കിട്ടില്ല? ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, 2 ഏലക്ക, പിന്നെ 2 കറിയാമ്പ്, 2 പച്ചര കഷ്ണം. ഉമ്മ ഇതിന്റെ സ്പെഷ്യൽ സാധനം റെസിപ്പി പറഞ്ഞ, ഇതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെരിഞ്ജീരകം എല്ലാം കൂടി അടിച്ചിട്ടുള്ള സാധനം കേട്ടോ ഇത്. അതോടെ സെറ്റാക്കട്ടെ. ഇത്ര ഉണ്ട് കേട്ടോ സാധനം. പിടിച്ച് കരച്ച് വന്നപ്പോൾ സാധനം ഫുള്ളിട്ടില്ലേ, സെറ്റാക്കിയിട്ടുണ്ട്. സാധനല്ലേ ഇത്? കളയില്ലമ്മ ഈ വെള്ള സാധനം കളയില്ല? കളയില്ല ഇത് ഈ സാധനം ഇത് കളയില്ല? ഇത് കൊഴുപ്പോരാ നെയ്യാണോ? നെയ്യ് കളയില്ല അല്ലേ? ആണോ? ബാക്കിയൊക്കെ കളഞ്ഞു അല്ലേ? ആ ഞണ്ട് കറിയൊക്കെ, ഞണ്ട് റോസ്റ്റൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാം. പക്ഷെ അറിയാത്തവർക്ക് നല്ല ഒരു ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്കല്ലേ. ആ ഓ അതേമാതിരി. ആ അതെ അതെ. എന്നുവെച്ചാല് പഴയ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ മൂമാര് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലൊക്കെ ഇതൊക്കെ അടിപൊളിയായിരിക്കും അവരുടെ വെപ്പ് കാര്യം. ഇപ്പത്തെ വരുന്ന മക്കൾക്കൊക്കെ നമ്മുടെ എൻ്റെ വൈഫ് അടക്കട്ടാ ഞാൻ പറയാന്ന്. അപ്പൊ അങ്ങനത്തെ വരുന്ന ജനറേഷൻ വരുന്ന ഭാര്യമാരാണെങ്കിലും ആ ഒരു ജനറേഷൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികളാണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും ആരെങ്കിലും പോലും അവർക്കൊന്നും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടാണ് എല്ലാവരും നിൽക്കുക. അപ്പോൾ ഇന്നലെ തന്നെ മാമാടെ മോളെ കുട്ടി മോള് ഇതേമാതിരി ഉമ്മടുത്ത് മീൻകറിന്റെ സ്പെഷ്യലും കാര്യമൊക്കെ ഉമ്മാട് ചോദിച്ച് ഉമ്മ അത് പറഞ്ഞു കൊടുത്തു. ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഉണ്ടാവുമല്ലോ, കണ്ടിട്ടാണ് അതുപോലത്തെ ഞാൻ വെക്കുന്നൊക്കെ പറഞ്ഞാല് തിരുപ്പൂര് കുഞ്ഞിപ്പാട് മൂന്നും പറഞ്ഞു കട യൂട്യൂബ് നോക്കിയിട്ട് മീൻ കറിയൊക്കെ വെക്കാറുണ്ട്. അത് ടേസ്റ്റുണ്ട്, ബിരിയാണിയൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് വെക്കാറുണ്ട്. എവിടെ? തമിഴ്നാടോ? തമിഴ്നാട് അപ്പൊ ഫാൻസ് ഉണ്ടമ്മക്ക്. ഈറോടല്ല, തിരുപ്പൂര്. അവരവിടെ ചെന്നിട്ട് അവളെ കല്യാണം ചെറുപ്പം അങ്ങോട്ടല്ലേ, അവർക്ക് നമ്മളെ അറിയുന്ന അവൾക്ക് അവിടെ ആരും വെക്കില്ലല്ലോ. അപ്പൊ പറഞ്ഞ പോലെ ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മളെ കറി കഴിക്കണം തോന്നുമ്പോ അവൾക്ക് വെക്കാൻ വേണ്ടിട്ട് ഇട്ടാടെ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ടാണ് കറികളൊക്കെ വെക്കുന്നത്. പറയാണ്ടല്ലേ ഉമ്മാടെ യൂട്യൂബ് ചാനല് എടുത്തിട്ടാണ് മുൻപ് കുറേ നമ്മുടെ പള്ളത്തെ ഫാമിലി മുൻപ് കുറേ നമ്മുടെ കുക്കിങ്ങിന്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് അത്ര ഇവരൊക്കെ ഇങ്ങനെ കുക്കിങ് ചെയ്ത് തരിക. മാഷാ അല്ലാ അടിപൊളി കേട്ടാ. പക്ഷെ ഉമ്മയുടെ കൈപുണ്യം അത് വേറെ തന്നെയാണ്. അത് നമ്മുടെ എല്ലാ ഉമ്മമാരുടെ കൈപുണ്യം അടിപൊളിയാണ്. ഉമ്മമാരുടെ ആ കൈപുണ്യം വേറെ എവിടെയും കിട്ടില്ല. അപ്പം ഇതാണ്. അപ്പോൾ ആ ഒരു ഉമ്മമാരിൽ പെട്ട ഉമ്മയുടെ കൈപുണ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉമ്മ പിന്നെ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും
സൂപ്പറാണ് കേട്ടോ. ഇപ്പോഴുള്ള മക്കൾക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ അറിയില്ല. ഇപ്പോഴുള്ള മക്കള് പറഞ്ഞാൽ പഠിച്ച് നടക്കുന്ന കുട്ടികളാ. പഠിച്ച് കഴിയുമ്പോഴേക്കും കല്യാണം കഴിച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ സിറ്റും കൊടുക്കുന്ന ചാടിക്കുട്ടിക്കൊക്കെ അവർക്ക് എന്താന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ. പിന്നെ അവര് വെക്കും യൂട്യൂബ് നോക്കിയിട്ട്. അതെ, ഇവിടെ ഉള്ള 2 മരുമക്കളും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടാ. ഉമ്മ ഉണ്ടാകുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ടായിട്ട് അവരായിട്ട് അവരുടെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അവര് സംഭവം സെറ്റാക്കുക. എല്ലാ പ്രാവശ്യം ഉമ്മാട് ചോദിക്കുമ്പോൾ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കും. ഓരോരോ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടും. അല്ലാണ്ട് ബാക്കിയുള്ളൊക്കെ അവര് ഫുള്ള് യൂട്യൂബിലും അതിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യല്. സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുക. ഇത് കണ്ടറിയാലോ. അതെ, ഇതിനെ വെച്ച് സ്പെഷ്യലായിട്ട് നല്ല രീതിയിൽ ഇനി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉമ്മയുടെ രീതിയിൽ ഉമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ മലപ്പുറം സൈഡൊക്കെ ഭയങ്കര സ്പെഷ്യലും കണ്ണൂർ സൈഡൊക്കെ ഭയങ്കര സ്പെഷ്യലും കാണുന്നുണ്ട്. കോഴിക്കോട് മലബാർ ഏരിയയിലാണ് കൂടുതൽ ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാവുക. ഇത് പിന്നെ മറ്റേ രീതിയിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. പിന്നെ കറികളിൽ നമുക്ക് ഉമ്മയുടെ സ്പെഷ്യലാണ് ബെസ്റ്റ് കേട്ടോ. നമ്മുടെ ഉമ്മയുടെ സ്പെഷ്യലാണ് ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ ഞണ്ടും കാര്യമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം സെറ്റാവട്ടെ. അപ്പം ഞണ്ടും കാര്യമൊക്കെ എന്തായാലും ഇതേമാതിരി മസാലയും കാര്യം പറ്റട്ടെ കേട്ടോ. കഴിഞ്ഞിട്ട് നമുക്കുണ്ടോ അങ്ങനെ ഓൾമോസ്റ്റ് മസാല എല്ലാം ഫുള്ള് സെറ്റപ്പ് ആക്കി റെഡിയാക്കി അല്ലേ മാ മസാലയൊക്കെ. ആ, ഇനി ഈ കാണുന്ന ഞണ്ട് കൊട്ടാം. നമ്മുടെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ്. ഇത് വേവ് പ്രശ്നമില്ല അമ്മ, വേവൊക്കെ പെട്ടെന്ന് ആയിക്കോളൂ അല്ലേ? മസാല ഇട്ട് നന്നായിട്ട് ഇതാക്കട്ടെ. വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് വെച്ച് കഴിഞ്ഞാല് ബാക്കി വെന്തോളില്ലമ്മ. ഒന്ന് വെച്ചണ്ടല്ലേ പറ്റൂല്ലേ? ആവൂല്ലേ? പിന്നെ അതിൽ കിടന്ന് വേവട്ടെ. കുരുമുളക് പൊടിയാണ് കൂടുതൽ. കുരുമുളക് പൊടിയല്ല, കുരുമുളക് അരച്ചത്. ഓക്കെ, അപ്പോൾ സംഭവം ആവട്ടെ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. തുറന്നമ്മ ടടേ. സൂപ്പർ കേട്ടോ സംഭവം. എന്താ അത് ഇല്ല, ഇനി ഒന്നുകൂടി റോസ്റ്റ് ആവണ്ടല്ലോ സാധനം വന്നില്ലേ? ഇനി വെറ്റിയാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. സൂപ്പറായിട്ട് കാണാനും സൂപ്പറായിട്ട് നല്ല മണവും വരുന്നുണ്ട്. ആ ഞണ്ടിൻ്റെയും മസാലൻ്റെ ഒക്കെ നല്ല മണമുണ്ട് മാ. ഇത് ശരിക്കും വറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പം സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. വെളിച്ചെണ്ണയാ? ലേശം വെളിച്ചെണ്ണ ഒഴിക്കത്ര. അപ്പോൾ സാധനം വന്നു കേട്ടോ. പവർ. അപ്പം നമുക്ക് ഇനി അടുത്തത് ചോറെല്ലാം കൂട്ടിയിട്ട് മറ്റേ ആള് പടക്കില്ലേ അതേമാതിരി പടയ്ക്കാൻ നമുക്ക്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടാ. നോക്കിയാ ഞമ്മ അതിലിട്ട പാത്രത്തിലിട്ട് നോക്കാം. ഉണ്ടാ ചെറിയൊരു തിക്നെസ് ഗ്രേവിയിലുള്ള കേട്ടോ. സംഭവം ഞണ്ട് റോസ്റ്റ് റെഡി. ഗ്രേവി വയ്ക്കും. ഇങ്ങനെന്താ കഴിച്ചോട്ടെ, ഒരു പീസ് കഴിച്ചോട്ടെ. ഒരു പീസ് എടുത്തോട്ടെ. ചൂടുണ്ടാവും. ചെറിയ പീസായി പീസാൻ കഴിച്ചോക്കട്ടെ നമുക്ക്. അടിപൊളി കേട്ടാ, അടിപൊളി ടേസ്റ്റ് കേട്ടാ. മസാലയും ഞണ്ട് റോസ്റ്റിൻ്റെ മസാലയും ഞണ്ട് റോസ്റ്റും അടിപൊളിയാണ്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഡെക്കറേഷൻ ആവൂലേ? നമ്മുടെ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് റോസ്റ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി ഈ സാധനം ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഗ്രേവി കടിയിലുണ്ടാവുക. എന്താ ഞണ്ട് റോസ്റ്റ് ഇട്ടാ വെച്ചിട്ട് ആ ഗ്രേവി കുറച്ച് വയ്ക്കണം.
മതി ഇട്ടാ മതി 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 ഇനിക്കാ കൊടുത്തോ. ചാറ് കൊണ്ടുവരാം. ഗ്രേവി അടിയിലാവൂലേ? അങ്ങനെ ഓക്കെ കാണിക്കണ്ടേ? മതി 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 മതി. അപ്പോൾ ഓ ചൂടാണ്, ഭയങ്കര ചൂടാ. ചാറ് നമുക്ക് ഇത് കൊണ്ടിട്ട് പടയ്ക്കാം. ഇതാ ഗ്രേവി ഉണ്ട്, ഇത് കൂടി നമുക്ക് ഗ്രേവി ആയിക്കോളും. എന്താ പറയുക, ഇതിന്റെ ആ മസാല തന്നെ അല്ലേ ഞണ്ടില് പിടിച്ചിട്ടേ ഭയങ്കര ടേസ്റ്റ്. ഇതാ ഞണ്ടിന്റെ തോടാണ് കേട്ടോ. അടിപൊളി അല്ലേ? ഞാൻ കഴിച്ചു. കഴിച്ച സൂപ്പർ അടിയിലുണ്ട് അടിപൊളിയുണ്ട്. അപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേ ആൾ കഴിക്കുന്നത് കഴിക്കാം. സ്വപ്നങ്ങൾ നീരുന്ന മറ്റേ പാട്ടൊക്കെ വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. വൈറലായ ചങ്ങായി ആളിങ്ങനെ കഴിക്കാന്ന്. അയാൾ അങ്ങനെയല്ലേ കഴിക്കാതെ അങ്ങനെ. അല്ല ആള് ഷർട്ട് ഇടില്ല, ഷർട്ട് ഇടാതെ കഴിക്കുന്ന ആള്. ഷർട്ട് ഇടാണ്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. ഷർട്ട് ഇടൂല, എന്നിട്ട് മറ്റേ പാട്ട് വെച്ചിട്ട് നല്ല പടയാ ആള് വരില്ല. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ടേസ്റ്റ് അല്ലേ? അപ്പോൾ സംഭവം സൂപ്പർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിക്കട്ടെന്നാ. ഓക്കെ, അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും ബൈ 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 ബൈ.